കർമ്മരമഠ ജീവിതത്തിനിടയിൽ പുഷ്പങ്ങളേക്കാൾ കൂടുതലായി മുള്ളുകളെ കണ്ട ചെറുപുഷ്പത്തിനൊരു ജീവിത ലക്ഷ്യമുണ്ടായിരുന്നു. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുരിശുകൾ വഴിയാണ് ഈശോ ആത്മാക്കളെ നൽകുവാൻ പോകുന്നതെന്ന് അവൾ മനസ്സിലാക്കി. എത്ര ദുസ്സഹമായ വേദനയായിരുന്നു അതെങ്കിലും അത് അവൾ ആരെയും കാണിച്ചില്ല. പുഞ്ചിരിയോട് സ്വാഗതം ചെയ്തു. തന്മൂലം പീഡകളുടെ ആധിക്യത്തിന് ആനുപാതികമായി അവയോട് കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്ന ആകർഷണവും വർദ്ധിച്ചു വന്നു. വേദനകളുടെ പാരമ്യത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ എല്ലാം തിരഞ്ഞെടുക്കുന്നു. ഒരു പകുതി വിശുദ്ധിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് വേണ്ടി സഹിക്കുവാൻ എനിക്ക് ഭയമില്ല. ഞാനൊരു കാര്യമേ ഭയപ്പെടുന്നുള്ളൂ, എൻ്റെ സ്വാർത്ഥത. നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നീ ഇഷ്ടപ്പെടുന്നതെല്ലാം ഞാൻ തിരഞ്ഞെടുക്കുന്നു. സഹനത്തിൻ്റെ ജലത്തിൽ കുരിശിൻ്റെ തണലിൽ വിടർന്ന ഒരു പുഷ്പമായിരുന്നു അവൾ. സഹനം ദൈവത്തിൻ്റെ ദാനമാണ്, കൊച്ചുത്രേസ്യ പറയുന്നു. ക്ലേശങ്ങൾ സഹിക്കാതെ ഈശോയെ സ്നേഹിക്കാമെന്ന് ആരും കരുതരുത്. ഈശോയുടെ സ്നേഹത്തിന് നേരെ ഒരു വ്യക്തിയുടെ പ്രത്യുപകാരമാണ് സഹനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. നല്ല ദൈവമേ, ഞാൻ ഒരിക്കലും വേദനിക്കുകയില്ല. ഞാനിപ്പോഴും അവിടുത്തെ തിരുഹിതം നിറവേറ്റുന്നു. ദൈവേഷ്ടം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. മറ്റേതെങ്കിലും അതിനു മുകളിൽ ഒഴിക്കാൻ ശ്രമിച്ചാൽ അത് ഹൃദയത്തിൽ പ്രവേശിക്കുക പോലുമില്ല. സഹനം തീവ്രമാകുമ്പോൾ മാതാവിൻ്റെ രൂപത്തെങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ സമാധാനം കിട്ടുമായിരുന്നുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും വേദന കൊണ്ട് അവളുടെ കണ്ണുനീർ ഒഴുകിയെങ്കിലും മറ്റുള്ളവർ അവളിൽ ദർശിച്ചത് പുഞ്ചിരിക്കുന്ന ചുണ്ടുകളും സന്തോഷം നിറഞ്ഞിരുന്ന മുഖവുമാണ്. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ പുഞ്ചിരിക്കുന്ന വിശുദ്ധ എന്നറിയപ്പെടുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.